ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വിനയച്ചം. വിനയച്ചം 5 വിധമാണുള്ളത്. നേരത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുൻ വിനയച്ചം, പിൻ വിനയച്ചം, തൻ വിനയച്ചം, നടുവിനയച്ചം, പാക്ഷിക വിനയച്ചം. ഓക്കെ. മുൻ വിനയച്ചം പൂർണ്ണ ക്രിയയ്ക്ക് മുമ്പ് സംഭവിക്കുന്ന അപൂർണ ക്രിയ ഇ. മുൻ വിനയച്ചം കണ്ടു പഠിച്ചു, കേട്ട് ഉറങ്ങി, വന്നു കണ്ടു, ഓടിപ്പോയി, ചാടി വന്നു. നമ്മൾ വന്നിട്ടല്ലേ ചാടുന്നത്. അതേപോലെ കണ്ടു പഠിച്ചു, പഠിക്കുമ്പോഴല്ലേ കാണുന്നത്. കേട്ട് ഉറങ്ങി, ഉറങ്ങുമ്പോഴല്ലേ കേൾക്കുന്നത്. അപ്പൊ അങ്ങനെ. ഓക്കെ. പിൻവിനയച്ചം പൂർണ്ണക്രിയയ്ക്ക് ശേഷം സംഭവിക്കുന്ന അപൂർണ ക്രിയയാണ് പിൻവിനയച്ചം. ആൻ എന്ന് വരും പിൻവിനയച്ചം. ഓക്കെ. കളിക്കാൻ വന്നു, കുളിക്കാൻ പോയി, പോയിട്ടല്ലേ കുളിക്കുന്നത്. ഉറങ്ങാൻ കിടന്നു, കിടന്നിട്ടല്ലേ ഉറങ്ങുന്നത്. പഠിക്കാൻ ഇരുന്നു, ഇരുന്നിട്ടല്ലേ പഠിക്കുന്നത്. അങ്ങനെ. ഓക്കെ. തൻവിനയച്ചം പൂർണ്ണക്രിയയും അപൂർണക്രിയയും ഒരുമിച്ച് സംഭവിക്കുന്നത് അവേ ഓർ ഓൾ. തൻവിനയച്ചം നടക്കവേ വീണു, നടന്നപ്പോൾ വീണു, പറയവേ തെറ്റി, പറഞ്ഞപ്പോൾ തെറ്റി, കാണവേ പറഞ്ഞു ഓർ കണ്ടപ്പോൾ പറഞ്ഞു. ഓക്കെ. നടുവിനയച്ചം ക്രിയയെ നടുക്ക് കൃത്രിമമായി നിർമ്മിച്ചെടുക്കുന്നത് ആ ഓർ ക ഓർ ഉക. നടുവിനയച്ചം കാണുക ഉണ്ടായി, പറയുക ഉണ്ടായി, ചെയ്യ വേണം, പറക വയ്യ, വരിക വേണം. പാക്ഷിക വിനയച്ചം ഒരു പ്രവൃത്തി ചെയ്താൽ മറ്റൊന്ന് ഫലം ആൽ ഓർ ഇൽ. വന്നാൽ കാണാം, കണ്ടാൽ പറയാം, പറഞ്ഞാൽ കേൾക്കാം, നമുക്കിൽ ഉയരാം, നടുകിൽ തിന്നാം, നൽകുകിൽ നേടിടാം. പ്രേമസംഗീതം ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. താങ്ക് യു വെരി മച്ച്. ബൈ.